വയോധികർ തനിച്ചു താമസിക്കുന്ന വീടുകളുടെ എണ്ണം നാട്ടിൽ വർദ്ധിച്ചു വരികയാണ്. മക്കൾ വിദേശത്തേക്ക് കുടിയേറുകയും ജോലി ആവശ്യങ്ങൾക്ക് പുറത്തു പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ പലർക്കും ആശ്രയം ഹോം നേഴ്സുമാരും വീട്ടുജോലിക്കാരുമൊക്കെയാണ്. എന്നാൽ എന്തു വിശ്വസിച്ച് ആളുകളെ ജോലിക്ക് നിർത്തുമെന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വയോജനങ്ങളെ സംബന്ധിച്ച് ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് സമീപസ്ഥലമായ കോയമ്പത്തൂരിൽ നിന്നുള്ളത്. കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസി സ്ഥാപകൻ PV രാമവാര്യരുടെ മകളെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. 83 വയസ്സുള്ള കസ്തൂരിജി കുട്ടിയാണ് മരിച്ചത്. വീട്ടിലെ ജോലിക്കാരിയായ നേപ്പാൾ സ്വദേശിനിയെ കാണാതായിട്ടുണ്ട്. ഇവരുടെ സഹായത്തോടെ മോഷണത്തിനു വേണ്ടി കൊലപാതകം നടത്തിയെന്നാണ് പോലീസ് സംശയിക്കുന്നത്. നടക്കമുണ്ടാക്കുന്ന ആ വാർത്തയിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം. സ്വാഗതം. ആര്യവൈദ്യ ഫാർമസി സ്ഥാപകൻ പരേതനായ PV രാമവാര്യരുടെ മകൾ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ. 83-കാരിയായ കസ്തൂരിജി കുട്ടിയെ കോയമ്പത്തൂർ നഞ്ചുണ്ടാപുരം റോഡിലെ വീട്ടിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൈകാലുകൾ ബന്ധിച്ച് വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച് കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. കവർച്ചയ്ക്ക് നടന്ന കൊലപാതകമാണെന്നാണ് പോലീസിന്റെ നിഗമനം. വീട്ടുജോലിക്കാരി അടക്കം 4 പേർ ബാഗുമായി മതിൽ ചാടിക്കടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസി സ്ഥാപകൻ PV രാമവാര്യരുടെ മകളും മുൻ മാനേജിംഗ് ഡയറക്ടർ PR കൃഷ്ണകുമാറിന്റെ സഹോദരിയുമാണ് കൊല്ലപ്പെട്ട കസ്തൂരി ജി കുട്ടി. കോയമ്പത്തൂർ രാമനാഥപുരം നഞ്ചുണ്ടപുരം റോഡിലെ വീട്ടിൽ കഴിഞ്ഞ ദിവസം രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഭർത്താവ് ഗോപാലൻകുട്ടി മരിച്ച ശേഷം കസ്തൂരി, മകനും AVP ഡയറക്ടറുമായ ഡോക്ടർ രാമൻകുട്ടി എന്നിവർ മാത്രമായിരുന്നു വീട്ടിൽ താമസം. സംഭവം നടക്കുമ്പോൾ രാമൻകുട്ടി വിദേശത്തായിരുന്നു. കോയമ്പത്തൂർ സിംഗാനല്ലൂരിൽ താമസിക്കുന്ന മകൾ സുജാത രാവിലെ പതിവ് പോലെ കസ്തൂരിയെ ഫോണിൽ വിളിച്ചെങ്കിലും കിട്ടിയില്ല. തുടർന്ന് അയൽവാസികളെ വിവരമറിയിച്ച് വീട് പരിശോധിച്ചപ്പോഴാണ് കിടപ്പുമുറിയിൽ മൃതദേഹം കണ്ടെത്തിയത്. വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച് തുണികൊണ്ട് കൈകാലുകൾ ബന്ധിച്ച നിലയിലായിരുന്നു മൃതദേഹം. വീട്ടിലെ ജോലിക്കാരി നേപ്പാൾ സ്വദേശിയായ 38-കാരി സുർജ റോക്കിയെ സംഭവത്തിന് ശേഷം കാണാതായി. സുർജ അടക്കം 4 പേർ ബാഗുമായി വീടിന്റെ മതിൽ ചാടി കടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി. ഇവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. കസ്തൂരിയുടെ കഴുത്തിലെ 2 പവന്റെ സ്വർണ്ണമാല കാണാതായിട്ടുണ്ട്. വീട്ടിലെ അലമാരകളെല്ലാം കുത്തുറന്ന നിലയിലാണ്. വീട്ടിൽ നിന്ന് മറ്റെന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമേ വ്യക്തമാകുമെന്ന് പോലീസ് പറഞ്ഞു. കോയമ്പത്തൂർ ഡെപ്യൂട്ടി കമ്മീഷണർ G കാർത്തികേയന്റെ നേതൃത്വത്തിൽ പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി. നിരവധി താമസക്കാരുള്ള അപ്പാർട്ട്മെന്റിൽ 24 മണിക്കൂറും കാവലുണ്ട്. അന്വേഷണത്തിന് 6 അംഗ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. വീട്ടിൽ നിന്ന് കാണാതായ സുർജ 4 മാസം മുൻപാണ് സ്വകാര്യ ഏജൻസി വഴി കസ്തൂരിയെ ശുശ്രൂഷിക്കാനായി ജോലിക്കെത്തിയത്. വീടിന്റെ പരിസരത്ത് നിന്ന് സുർജയുടെ മൊബൈൽ ഫോൺ കണ്ടെത്തി. മതിൽ ചാടിക്കടക്കുന്നതിനിടെ വീണുപോയതാകാമെന്നാണ് പോലീസിന്റെ നിരീക്ഷണം. സുർജ അക്രമികൾക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. രാത്രി 12:20-നാണ് 3 യുവാക്കൾ മതിൽ ചാടി കടക്കുന്നത്. 12:56-ന് സുർജയും ഇവരും ബാഗുമായി മതിൽ ചാടി തിരികെ പോകുന്നതും ദൃശ്യങ്ങളുണ്ട്. കവർച്ചയുടെ ഭാഗമായുള്ള കൊലപാതകമാണ് നിഗമനത്തിലാണ് പോലീസ്. சர்வன் மேடு ஒன்று நேபாளி லேடி வச்சுருக்காங்க, 35 வயசு. அது நைட்டு ஒரு நகை மட்டும் எடுத்துகிட்டு கட்டி போட்டு தான் போயிருக்காங்க. இந்த கட்டி போட்டதுனால ஏதோ இறந்துருக்காங்க அவங்க. அது மர்டரா இல்லை கட்டி போட்டதுனால மட்டும்தான் இறந்துருக்கா அப்படின்றது இப்போ போஸ்ட்மார்ட்டம் வந்தோடனே நமக்கு தெரிஞ்சிடும். நகை மட்டும் மிஸ்ஸிங். அந்த லேடி தான் எடுத்துகிட்டு இப்போ தேடிட்டு இருக்கோம். நம்ம இது தனிப்படை தான் போட்டுக்கோங்க சார். தனிப்படை 7-8 தனிப்படை போட்டிருக்கோம். சென்னைக்கு மற்ற எல்லா இடமும் நம்ம தேடுறது. இவங்க வந்து ஆரிய வைத்திய ஃபார்மசி அது விசாரிச்சுட்டு இருக்கோம் சொல்கிறோம். പ്രതികൾ നേപ്പാളിലേക്ക് കടക്കാനുള്ള സാധ്യതയുള്ളതിനാൽ അതിർത്തി പ്രദേശങ്ങളിലും പരിശോധന തുടങ്ങി. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കസ്തൂരിയുടെ സംസ്കാരം നടത്തി. ന്യൂസ് 18 കോയമ്പത്തൂർ. ജീവൻ രക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഡോക്ടർമാർ. എന്നാൽ അവർ തന്നെ ജീവൻ എടുക്കാൻ തുനിഞ്ഞിറങ്ങിയാലോ? അങ്കമാലിയിൽ ജസ്ലിയ എന്ന വിദ്യാർത്ഥിനി കാർ അപകടത്തിൽ മരിച്ച കേസ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് പ്രതിസ്ഥാനത്ത് ഒരു ഡോക്ടർ ആയതിനാലാണ്. കേസിലെ പ്രതി ഡോക്ടർ സിറിയക് P. ജോർജിനെ കോടതി റിമാൻഡ് ചെയ്തു.
ജസ്റ്റിനെ ഇടിച്ചത് മനഃപൂർവ്വമല്ലെന്നാണ് പ്രതിയുടെ മൊഴി. സംഭവ സമയം ലഹരി ഉപയോഗിച്ചിരുന്നില്ലെന്ന മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതേസമയം കേസന്വേഷണത്തിൽ അങ്കമാലി പോലീസിന് വീഴ്ച സംഭവിച്ചോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആലുവ ഡിവൈഎസ്പിക്ക് റൂറൽ എസ് പി നിർദ്ദേശം നൽകി. പ്രതി സിറിയക് പി ജോർജിനെ 14 ദിവസത്തേക്കാണ് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത്. പ്രതിക്കായി കസ്റ്റഡി അപേക്ഷ നൽകാനാണ് പോലീസ് തീരുമാനം. വിശദമായി ചോദ്യം ചെയ്ത് തെളിവെടുപ്പടക്കം നടത്തേണ്ടതുണ്ട്. അപകട സമയം ലഹരി ഉപയോഗിച്ചില്ലെന്ന പ്രതിയുടെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. സിറിയക് ലഹരി ഉപയോഗിക്കുന്ന ആളാണോ എന്നറിയാൻ മുടിയും നഖവും ശാസ്ത്രീയ പരിശോധനയ്ക്കായി ശേഖരിച്ചു. രാത്രിയായതിനാൽ റോഡിലൂടെ പോയ ജാസ്ലിയെ കണ്ടില്ലെന്നാണ് പ്രതിയുടെ മൊഴി. അപകടമുണ്ടായെന്നറിഞ്ഞതോടെ വണ്ടി അടുത്ത ജംഗ്ഷനിൽ നിർത്തി. അപകടം നടന്ന സ്ഥലത്ത് മടങ്ങിയെത്തി. സ്റ്റേഷനിൽ വിവരമറിയിക്കാതിരുന്നത് ഭയം കാരണം. ജാസ്ലിയുടെ മരണത്തിന് ശേഷമാണ് ഒളിവിൽ പോയതെന്നും പ്രതി മൊഴി നൽകി. ചോദ്യം ചെയ്യലിനിടെ സിറിയക്കിന് ഉയർന്ന രക്തസമ്മർദ്ദമുണ്ടായതിനെ തുടർന്ന് രാത്രി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനിടെ പ്രതിയെ പിടികൂടിയതിലടക്കം കാലതാമസം വരുത്തിയ അങ്കമാലി പോലീസിന്റെ വീഴ്ചയിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. വിശദമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആലുവ ഡിവൈഎസ്പിക്ക് റൂറൽ എസ് പി KS സുദർശനൻ നിർദ്ദേശം നൽകി. ഫെബ്രുവരി 28-നാണ് പാർട്ട് ടൈം ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ എടവനക്കാട് സ്വദേശി ജാസ്ലിയ ജോൺസനെ സിറിയക് ഓടിച്ച കാർ ഇടിച്ചു തെറിപ്പിച്ചത്. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിഞ്ഞ ജാസ്ലിയ ഈ മാസം 3-ന് മരിച്ചു. പിന്നാലെ അവയവങ്ങൾ ദാനം ചെയ്യുകയായിരുന്നു. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരുതത്തൂർ സ്വദേശികളായ സുരേഷ് സിന്ധു ദമ്പതിമാരുടെ ഇളയ മകൾ അനഘയാണ് മരിച്ചത്. വീട്ടിൽ മറ്റാരുമില്ലായിരുന്ന സമയത്തായിരുന്നു സംഭവം. മാരായമുട്ടം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പോസ്റ്റ്മോർട്ടത്തിലെ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു. മരുതത്തൂർ സ്വദേശികളായ സുരേഷ് സിന്ധു ദമ്പതിമാരുടെ ഇളയ മകളാണ് 15-കാരിയായ അനഘ. സംഭവ സമയം വീട്ടിലാരുമില്ലായിരുന്നു. കുട്ടിയെ കാണാത്തതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കുളക്കടവിൽ കുട്ടിയുടെ ചെരുപ്പ് കണ്ടെത്തിയതാണ് തെരച്ചിലിന് കാരണമായത്. തുടർന്ന് ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു. മൃതദേഹം നെയ്യാറ്റിൻകര ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. മരണകാരണം വ്യക്തമല്ല. സുരേഷ് വിദേശത്താണ്. അനഘയുടെ അമ്മയും സഹോദരിയും മാത്രമാണ് വീട്ടിലുള്ളത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് മാരായമുട്ടം പോലീസ് കേസെടുത്തു. അപകടമാണോ ആത്മഹത്യയാണോ എന്നതിലൊന്നും വ്യക്തതയില്ലെന്ന് പോലീസ് പറഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ എന്ന നിലപാടിലാണ് പോലീസ്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കേരളത്തെ നടുക്കിയതാണ് ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായി ജോലി ചെയ്യവെയാണ് പോലീസ് വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച പ്രതി ആ യുവതിയുടെ ജീവനെടുത്തത്. ലഹരിക്കടിമയായ പ്രതി സന്ദീപാണ് വന്ദനയെ ക്രൂരമായി കുത്തി കൊലപ്പെടുത്തിയത്. കേസിൽ അന്തിമവാദം പൂർത്തിയായി. കൊല്ലം സെഷൻസ് കോടതി ഈ മാസം 17-ന് വിധി പറയും. സന്ദീപിന് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് വന്ദനയുടെ കുടുംബത്തിന്റെ ആവശ്യം. മെയ് 10-ന് പുലർച്ചെയായിരുന്നു നാടിന് നടുക്കിയ കൊലപാതകം. വീട്ടിലുണ്ടായ തർക്കത്തിൽ പരിക്കേറ്റ കുടുവട്ടൂർ സ്വദേശി സന്ദീപിനെ വൈദ്യപരിശോധനയ്ക്കായി പൂയപ്പള്ളി പോലീസാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. ഡ്രസ്സിംഗ് റൂമിൽ ചികിത്സ നടക്കുന്നതിനിടെ പ്രതി അക്രമാസക്തനായി അവിടെയുണ്ടായിരുന്ന സർജിക്കൽ കത്രിക കൈക്കലാക്കി പോലീസിനെയും കൂടെയുണ്ടായിരുന്ന ആളുകളെയും ആക്രമിച്ചു.
അക്രമത്തിനിടെ ആശുപത്രിയിലെ ഹൗസ് സർജൻ ഡോക്ടർ വന്ദനാദാസിനെ തടഞ്ഞു നിർത്തിയ പ്രതി നെഞ്ചിലും കഴുത്തിലും മുതുകിലും ഉൾപ്പെടെ നിരവധി തവണ കുത്തി. ഗുരുതരമായി പരിക്കേറ്റ ഡോക്ടർ പിന്നീട് മരണത്തിന് കീഴടങ്ങി. സംഭവത്തിനു പിന്നാലെ പ്രതി സന്ദീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ 70-ലധികം സാക്ഷികളെ കോടതിയിൽ വിസ്തരിച്ചു. 22 തൊണ്ടിമുതലുകളും 207 രേഖകളും ഹാജരാക്കി. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ സാക്ഷിമൊഴികളും തെളിവുകളും നിരത്തി പ്രോസിക്യൂഷൻ അതിനെ ശക്തമായി എതിർത്തു. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ ആണ് പ്രോസിക്യൂഷനു വേണ്ടി ഹാജരായത്. ഡോക്ടർ വന്ദനാദാസിന്റെ ക്രൂരമായ കൊലപാതകത്തിൽ പ്രതിക്ക് കടുത്ത ശിക്ഷ ലഭിക്കണമെന്നാണ് കുടുംബത്തിന്റെയും സഹപ്രവർത്തകരുടെയും ആവശ്യം. ന്യൂസ് 18 കൊട്ടാരക്കര. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് പോലും വഴി നടക്കാൻ പറ്റാത്ത കാലമാണ്. ലഹരിക്കടിമകളായ യുവാക്കൾ ചെറിയ കുട്ടികളെ പോലും അതിക്രൂരമായാണ് ഉപദ്രവിക്കുന്നത്. തിരുവനന്തപുരം വർക്കലയിലാണ് ഒടുവിലത്തെ സംഭവം. സ്കൂൾ വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതി അറസ്റ്റിലായി. വർക്കല മേൽവെട്ടൂർ സ്വദേശി അജി എന്ന അജ്മലാണ് അറസ്റ്റിലായത്. സ്കൂൾ വിദ്യാർത്ഥിനി വാർഷിക പരീക്ഷയ്ക്ക് ശേഷം വീട്ടിലേക്ക് പോകവെയായിരുന്നു അതിക്രമം. ആണൊഴിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ പെൺകുട്ടിയുടെ പിന്നാലെ കൂടിയ പ്രതി കുട്ടിയെ ഇഷ്ടമാണെന്ന് അറിയിച്ചു. അത് നിഷേധിച്ച പെൺകുട്ടിയെ പ്രതികാര മനോഭാവത്തോടെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയെന്നാണ് കേസ്. വർക്കല മേൽവെട്ടൂർ കോണത്തുവിള വെബിൻ മനസ്സിലിൽ 20 വയസ്സുള്ള അജി എന്ന അജ്മലാണ് അറസ്റ്റിലായത്. പെൺകുട്ടിയുടെ രക്ഷിതാവിന്റെ പരാതിയെ തുടർന്നാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് രഹസ്യമായി പ്രതിയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച് തന്ത്രപരമായി വലയിലാക്കുകയായിരുന്നു. വർക്കല ഡിവൈഎസ്പി ബിജു ബി നായർക്ക് കിട്ടിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ SHO വിനോദ് കുമാർ വികെയുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇതിഹാസ് ജി നായർ, ജയൻ, ലിജോ ടോം ജോസ്, ആദർശ്, നിതിൻ ലൂക്കോസ്, രാകേഷ് ആർ നായർ, ശംഭു എന്നിവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് 18 ആറ്റിങ്ങൽ. ഒരു കാലത്ത് കലാലയങ്ങളിൽ റാഗിങ്ങിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളവരാണ് വിദ്യാർത്ഥി സംഘടന. എന്നാൽ ഇപ്പോൾ സംഘടനാ നേതാക്കൾ തന്നെ റാഗിങ് നടത്തുന്ന സ്ഥിതിയിലേക്ക് അവർ തരം താണിരിക്കുന്നു. പത്തനംതിട്ട കോന്നി NSS കോളേജിൽ SFI പ്രവർത്തകനെ റാഗിങ്ങിന്റെ പേരിൽ ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി. കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയും SFI യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറിയുമായ സോനു സുനിലിനാണ് മർദ്ദനമേറ്റത്. കോളേജിലെ SFI യൂണിറ്റ് സെക്രട്ടറി ഫിർദൌസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മർദ്ദിച്ചതെന്നാണ് സോനുവിന്റെ പരാതി. സീനിയേഴ്സിനെ ബഹുമാനിച്ചില്ല എന്നാരോപിച്ചായിരുന്നു SFI പ്രവർത്തകനായ സോനുവിനെ കോളേജിലെ SFI യൂണിറ്റ് സെക്രട്ടറി നേതൃത്വത്തിലുള്ള സംഘം മർദ്ദിച്ചത്. SFI യൂണിറ്റ് സെക്രട്ടറി ഫിർദൌസ്, അഭിയാൻ എന്നിവരുൾപ്പെടെ 20ഓളം പേർ ചേർന്നായിരുന്നു മർദ്ദനമെന്ന് സോനു പറയുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ സോനു പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഇതുപോലെ എന്തുവാടാ അവിടെ നീ എന്തോടാ ഷോ കാണിക്കുന്നേ, നിനക്ക് എന്തോ പ്രശ്നമെന്ന് പറഞ്ഞ് നിന്നെ കോളേജിൽ വന്നിട്ട് എടുത്തോളാം ഞാൻ ഓർത്തതാ എന്നുള്ള രീതി എന്നെ നല്ലപോലെ ക്രൂരമായിട്ട് മർദ്ദിച്ചു. എന്നെ വന്നിട്ട് എന്നെ തലക്കിട്ടടിക്കുകയോ എൻ്റെ കൈക്കിട്ട് അടിക്കുകയോ എന്നെ നിലത്തിട്ട് ചവിട്ടുകയൊക്കെ ചെയ്തു. എന്നിട്ട് 10-20 പേര് കയറി എന്നെ അടിച്ച്. അധ്യാപകരൊക്കെ ഓടി വന്നു. പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് അതിനായിട്ടുള്ള ഒരു ഇതും ചെയ്തിട്ടില്ല, ആക്ഷനും എടുത്തിട്ടില്ല. എന്നാൽ ഞാൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നോട് പറഞ്ഞു നീ എന്തോ നിന്നെ കടി കിട്ടിയെങ്കിൽ നിന്റെ കൈയിരിപ്പുണ്ടാ എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നത്. മർദ്ദനത്തിൽ സോനുവിന്റെ കയ്യിലെ ലിഗമെന്റിന് പൊട്ടലുണ്ടായി. അതിനു പുറമെ കഴുത്തിനും പുറത്തും പരിക്കേറ്റു. ഇന്നലെ പെട്ടെന്നൊരു പ്രകോപനമില്ലാതാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നാണ് ഞാൻ അറിഞ്ഞത്. നല്ല രീതി ഒരുമാതിരി ഒരു ഗുണ്ടാ വിളയാട്ടം പോലുള്ള ഒരു 10-20 പേര് കൂടിയിട്ടൊരു മോബ് അറ്റാക്കിങ് ആയിരുന്നെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇതിന് നമ്മളെ ഏറ്റവും നിരാശപ്പെടുത്തിയ കാര്യം എന്ന് പറയുന്നത് കോളേജ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള ഒരു എടുക്കേണ്ട ഒരു ആക്ഷനും അവരെടുത്തിട്ടില്ല.
അതായത് നമ്മൾ അവരോട് സമീപിച്ചപ്പോൾ അവർ പറയുന്നത് ഇങ്ങനത്തെ സംഭവം അവിടെ ഉണ്ടായെന്നുള്ള അവർക്ക് അറിവ് പോലുമില്ല. അവരുടെ ഫോണിൽ കോളേജിലെ ടീച്ചേഴ്സുമാരും ആണ് വിളിച്ചപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനത്തെ സംഭവം ഉണ്ട്. അവരെന്നിട്ട് ഒരു പോലീസിനെ വിളിക്കുകയോ പിന്നെ മർദ്ദിച്ച് അവശനായ കുട്ടിയെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ഒരു ആക്ഷനും അവരെടുത്തിട്ടില്ല. MG യൂണിവേഴ്സിറ്റി കലോത്സവവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളാണ് മർദ്ദനത്തിന് കാരണം. തർക്കങ്ങൾ പരിഹരിച്ചെങ്കിലും ഇവർ സംഘം ചേർന്ന് മർദ്ദിച്ചുവെന്നാണ് പരാതി. സംഭവത്തിൽ കോന്നി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 പത്തനംതിട്ട. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള സെന്റ് പാട്രിക്സ് പള്ളിയിൽ വൻ തീപിടുത്തമുണ്ടായതിൽ ദുരൂഹത. പള്ളിക്ക് പിന്നിലെ മതബോധന ഓഫീസ് കെട്ടിടം പൂർണ്ണമായും കത്തി നശിച്ചു. പള്ളി വികാരിയുടെ കാറിനും ഭാഗികമായി തീപിടിച്ചു. കെട്ടിടത്തിൽ നിന്ന് പുക ഉയരുന്നതിനിടെ ഒരാൾ മുകളിലൂടെ ഓടുന്നതും തുടർന്ന് താഴേക്ക് ചാടി രക്ഷപ്പെടുന്നതും CCTV ദൃശ്യങ്ങളിൽ കാണാം. സംഭവത്തിൽ അട്ടിമറി സാധ്യതയുണ്ടെന്ന നിഗമനത്തിലാണ് അധികൃതർ. പള്ളി വികാരിയുടെ പരാതിയിൽ ചെമ്മങ്ങാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ശനിയാഴ്ച പുലർച്ചെ 4:45ഓടെയാണ് തീപിടുത്തം ഉണ്ടായത്. ചാലപ്പുറം പുഷ്പ ജംഗ്ഷന് സമീപം ഫ്രാൻസിസ് പാലത്തിന് തുടക്കത്തിൽ റെയിൽവേ പാളത്തിന് തൊട്ടടുത്തായാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. മതബോധന ക്ലാസുകൾ നടത്തിയിരുന്ന പഴയ കെട്ടിടമാണ് കത്തി നശിച്ചത്. കെട്ടിടത്തിൽ നിന്ന് പുക ഉയരുന്നതിനിടെ ഒരാൾ മുകളിലൂടെ ഓടുന്നതും തുടർന്ന് താഴേക്ക് ചാടി രക്ഷപ്പെടുന്നതും സമീപത്തെ വീട്ടിലെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. മേൽക്കൂരയും ഫർണിച്ചറുകളും ഉൾപ്പെടെ കെട്ടിടം പൂർണ്ണമായും കത്തി നശിച്ചു. പള്ളിയിലെ രൂപക്കൂട്, വിളക്കുകൾ, തിരുരൂപങ്ങൾ, പ്രധാന രേഖകൾ, പുസ്തകങ്ങൾ എന്നിവയ്ക്ക് പുറമെ പള്ളിപ്പെരുന്നാളിനായി കരുതി വച്ചിരുന്ന സാധനങ്ങളും അഗ്നിക്കിരയായി. സമീപം പാർക്ക് ചെയ്തിരുന്ന പള്ളി വികാരിയുടെ കാറിനും ഭാഗികമായി തീപിടിച്ചു. സമീപത്തുള്ള പള്ളിയുടെ പ്രധാന വാതിലിനും ചെറിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ഇവിടെ ഒരു ഫാദറുണ്ട് വികാരിയായിട്ട്, ഫാദർ ആന്റണി പാലേത്ര. അദ്ദേഹം രാവിലെ ഒരു 4:50-5 മണിയായപ്പോൾ ഒരു ഫോൺ കോൾ ഇവിടെ തീ കണ്ടിട്ട് മറ്റുള്ളവർ വിളിച്ച് പറയുകയാണ് ചെയ്തത്. പിന്നീട് ഫയർഫോഴ്സ് വന്ന് പോലീസുകാർ വന്ന് തീ അണച്ചു. പിന്നീട് CCTV നോക്കി കഴിഞ്ഞപ്പോൾ ചെറിയൊരു ദുരൂഹത പോലെ കാണുന്നുണ്ട്. ഒരാൾ അതിലൂടെ ആ ടൈമിൽ തന്നെ മൂവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കത്ത് നശിച്ചത് പള്ളിയുടെ ഓഫീസ് എന്ന് പറയാം, പഴയ ഓഫീസ്, പള്ളി മേടാന്നാണ് നമ്മൾ വിളിക്കാറ്. അവിടെ കാറ്റഗിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫയൽസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു സ്റ്റോർ റൂം പോലെ നമ്മുടെ രൂപങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു മുറി ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ, അതായത് വികാരി അച്ഛൻ്റെ കാറ് അതിന് തൊട്ട് മുമ്പിൽ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം കാറും അതിനുശേഷം ഈ ഓഫീസിൻ്റെ 2 മുറികളുമാണ് കത്തിച്ചിട്ടുള്ളത്. സംഭവത്തിൽ അട്ടിമറി സാധ്യതയുണ്ടെന്ന നിഗമനത്തിലാണ് അധികൃതർ. ആരോ മനഃപൂർവ്വം തീയിട്ടതാകാമെന്ന സംശയത്തിലാണ് ഇടവകയും പോലീസും. സംഭവത്തിൽ ചെമ്മങ്ങാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. രാത്രി 4:30 4 മണിക്ക് നടന്ന സംഭവമാണ്. നമുക്ക് കുറച്ച് CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുള്ളതാണ്. ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കാൻ കുറച്ച് എവിഡൻസുകൾ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അന്വേഷിച്ചിട്ട് അറിയാൻ പറ്റും ആരാണ് പ്രതി, എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലത്തീൻ അതിരൂപതയുടെ കീഴിലുള്ള പള്ളിയാണ് സെയിന്റ് പാട്രിക്സ് ചർച്ച്. ന്യൂസ് 18 കോഴിക്കോട്. സൈബർ തട്ടിപ്പുകൾ ഓരോ ദിവസവും വർദ്ധിക്കുകയാണ്. കോങ്ങാട് MLA K. ശാന്തകുമാരിയെ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിന് ഇരയാക്കാൻ ശ്രമിച്ചതാണ് ഒടുവിലത്തെ സംഭവം. ആദ്യം തട്ടിപ്പുകാരുടെ കോളിൽ വിശ്വസിച്ചെങ്കിലും ഉടൻ തന്നെ തട്ടിപ്പ് തിരിച്ചറിഞ്ഞ MLA കോൾ കട്ട് ചെയ്ത് സൈബർ പോലീസിനെ വിവരമറിയിച്ചു. സംഘത്തിൽ മലയാളികളുണ്ടെന്നാണ് സംശയം. സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിയോടെയാണ് MLAയുടെ നമ്പറിലേക്ക് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിൽ നിന്നെന്ന് പറഞ്ഞ് ഫോൺ വന്നത്. പെഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരിൽ നിന്നാണ് നമ്പർ ലഭിച്ചതെന്നാണ് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായി ഫോണിൽ സംസാരിച്ചയാൾ പറഞ്ഞത്. പിന്നീട് തിരുവനന്തപുരം സൈബർ സെൽ ആസ്ഥാനത്ത് നിന്നാണെന്ന് പരിചയപ്പെടുത്തി. SI സുരേഷ് കുമാർ എന്ന പേരിൽ മറ്റൊരാൾ വിളിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറയുകയും കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. ഇയാൾ മലയാളത്തിലാണ് സംസാരിച്ചത്.
തുടർന്ന് കോൾ കട്ട് ചെയ്ത് തട്ടിപ്പുകാർ അല്പം കഴിഞ്ഞ് പോലീസ് വേഷത്തിൽ വീഡിയോ കോളിലെത്തി. തട്ടിപ്പ് ശ്രമം 2 മണിക്കൂറോളം നീണ്ടു. ഒഴിഞ്ഞ സ്ഥലത്ത് ഇരിക്കാനും ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനും ഇവർ ആവശ്യപ്പെട്ടു. ഇതിനിടെ ആധാർ കാർഡ് നമ്പർ ആവശ്യപ്പെട്ടത് MLA നൽകി. ഭർത്താവും മകനും വന്നപ്പോൾ അവരെയും ഒരുമിച്ചിരുത്താനും സംഘം ശ്രമിച്ചു. മുംബൈയിലെ ബാങ്കിൽ ശാന്തകുമാരിയുടെ പേരിൽ അക്കൗണ്ട് ഉണ്ടെന്നും അതിലെ തുക തീവ്രവാദ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്നും തട്ടിപ്പുകാർ പറഞ്ഞതോടെ MLAക്ക് സംശയം തോന്നി ഫോൺ കട്ട് ചെയ്യുകയായിരുന്നു. ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് എന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ പേരിൽ മുംബൈയിൽ ഒരു ഡോക്യുമെന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ നമ്പറിൽ. അപ്പോൾ ആ നമ്പർ പരിശോധിച്ച സമയത്ത് പഹൽഗാം ബോംബ് ബ്ലാസ്റ്റിൽ പ്രതിയായിട്ടുള്ള അഫ്സൽ ഖാൻ എന്ന് പറയുന്ന ഒരു പ്രതി അവരുടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാൾ അറസ്റ്റ് ചെയ്തപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതി അതിനകത്ത് ഉപയോഗം നടത്തിയതായിട്ടും ഒക്കെയാണ് ഞങ്ങൾക്ക് വിവരം കിട്ടിയത്. ഞാനൊരു ക്യൂരിയോസിറ്റിയിൽ കൂടുതൽ അന്വേഷിച്ചു അതിനെ സംബന്ധിച്ച് എന്താണ് നിങ്ങൾ പറയുന്നത്. തിരുവനന്തപുരം ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് സൈബർ സെല്ലിൽ കൈമാറും. അവർ നിങ്ങളെ വിളിക്കുന്നു. ഞാൻ ഈ ഫോൺ കട്ടാക്കിയില്ല. അവർ എന്നെ വീണ്ടും വിളിക്കുകയാണ്. മലയാളത്തിൽ നോർത്ത് ഇന്ത്യൻ മലയാളമാണ്, നമ്മുടെ മലയാളമൊന്നുമല്ല. സംസാരിച്ചിട്ട് ഒരു സുരേഷ് കുമാർ SI ആണ്, ഞാൻ സൈബർ സെൽ ഹെഡ് ക്വാർട്ടേഴ്സിലാണ് എന്ന് പരിചയപ്പെടുത്തിയിട്ടാണ് എന്നോട് സംസാരിച്ചത്. ഈ സമയം വീട്ടിലെത്തിയ MLAയുടെ ഡ്രൈവറാണ് കുഴൽമന്ദം പോലീസിൽ വിവരമറിയിച്ചത്. പിന്നീട് പലതവണ ഫോൺ വന്നെങ്കിലും MLA എടുത്തില്ല. ജില്ലാ പോലീസ് മേധാവിക്കും സൈബർ സെല്ലിനും പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 പാലക്കാട്. ഭൂട്ടാനിൽ നിന്ന് ആഡംബര വാഹനങ്ങൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിലേക്ക് കടത്തിയ സംഘത്തിലെ മുഖ്യ സൂത്രധാരൻ പിടി. പശ്ചിമബംഗാളിലെ ജയ്ഗാവോൺ സ്വദേശിയായ വിശ്വദീപ് ദാസിനെയാണ് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കൊപ്പം അസം മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥനുൾപ്പെടെ 4 പേരും പിടിയിലായിട്ടുണ്ട്. ഓപ്പറേഷൻ നുങ്കോറിന്റെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിലാണ് അറസ്റ്റ്. പിടിയിലായ വിശ്വാദ് ദീപ്ദാസ് വാഹന നിർമ്മാണ കമ്പനിയിലെ പ്രൊഫഷണലാണ്. ഇയാളുടെ സാങ്കേതിക വിദ്യയിലുള്ള അറിവ് ഉപയോഗിച്ചാണ് ഭൂട്ടാനിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന ആഡംബര കാറുകൾ അതിർത്തി കടത്തി ഇന്ത്യയിലെത്തിച്ചിരുന്നത്. ഭൂട്ടാനിൽ വിദേശ വാഹനങ്ങൾക്ക് ഇന്ത്യ അപേക്ഷിച്ച് നികുതി കുറവാണെന്നത് മുതലെടുത്തായിരുന്നു തട്ടിപ്പ്. പിടിയിലായ സംഘം 460 വാഹനങ്ങൾ കടത്തിയെന്നാണ് മൊഴി നൽകിയിട്ടുള്ളത്. ഓപ്പറേഷൻ നുങ്കോർ എന്ന പേരിൽ കസ്റ്റംസ് നടത്തിയ വിപുലമായ അന്വേഷണത്തിനൊടുവിലാണ് അന്തർ സംസ്ഥാന ബന്ധമുള്ള ഈ സംഘം വലയിലാകുന്നത്. രാജ്യം കണ്ട ഏറ്റവും വലിയ വാഹനക്കടത്ത് തട്ടിപ്പായാണ് ഭൂട്ടാൻ വാഹനക്കടത്തിനെ കസ്റ്റംസ് വിലയിരുത്തുന്നത്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്തതായി CAG റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കേരളത്തിൽ 49 വാഹനങ്ങളാണ് ഇതുവരെ പിടികൂടിയതെങ്കിലും കൂടുതൽ വാഹനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ടെന്ന് കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ വ്യക്തമാക്കി. നടന്മാരായ ദുൽഖർ സൽമാൻ, അമിത് ചക്കാലക്കൽ എന്നിവരുടെ വാഹനങ്ങൾ നേരത്തെ അന്വേഷണത്തിന്റെ ഭാഗമായി പിടിച്ചെടുത്തിരുന്നു. പിന്നീട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഇവ വിട്ടു നൽകിയത്. ന്യൂസ് 18 കൊച്ചി. മംഗളൂരുവിൽ വൻ ലഹരിവേട്ട. മലയാളി ഉൾപ്പെടെ 6 പേർ പിടിയിലായി. കോട്ടയം സ്വദേശി ഫെലിക്സ് പി ജോസഫ് അടക്കമുള്ളവരാണ് പിടിയിലായത്. അന്താരാഷ്ട്ര ബന്ധമുള്ള ലഹരി മാഫിയാണ് പിടിയിലായതെന്ന് പോലീസ് പറയുന്നു. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. അടുത്തിടെ ബംഗളൂരുവിൽ 10 കോടി ലഹരി മരുന്നുകളുമായി മലയാളികളായ യുവതി യുവാക്കൾ പിടിയിലായി. വിദേശത്തു നിന്നെത്തിച്ച ലഹരി വസ്തുക്കളുമായാണ് മലയാളി ഉൾപ്പെടെ 6 പേർ മംഗളൂരുവിൽ അറസ്റ്റിലായത്. കോട്ടയം സ്വദേശി ഫെലിക്സ് പി ജോസഫ്, ഉടുപ്പി സ്വദേശികളായ അഹമ്മദ് അലി അർഷാദ്, മുഹമ്മദ് സയ്യിദ് അഫ്രീദി, മംഗളൂരു സ്വദേശി മക്സൂദ് സാദ് എന്നിവരെ നഗരത്തിലെ ലോഡ്ജിൽ നിന്നും മംഗളൂരു സ്വദേശികളായ അഡേൽ റോജ്, ആരോൺ എന്നിവരെ ബന്ദർ തുറമുഖത്തിന് സമീപത്തു നിന്നുമാണ് മംഗളൂരു സൗത്ത് പോലീസും ബന്ദർ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്.
പ്രതികളിൽ നിന്ന് 53.87 ഗ്രാം MDMA-യും 163.2 ഗ്രാം ഹൈഡ്രോവിറ്റ് കഞ്ചാവും 1 കിലോയിലധികം സാധാരണ കഞ്ചാവും പിടിച്ചെടുത്തു. ദുബായിൽ ഹോട്ടൽ മാനേജറായ മുംബൈ സ്വദേശി സന്ദീപ് ഷെട്ടിയാണ് ലഹരിക്കടത്തിന്റെ സൂത്രധാരൻ. ഇയാൾ ബംഗളൂരു വിമാനത്താവളം വഴി ലഹരി വസ്തുക്കൾ എത്തിച്ച് പ്രതികൾക്ക് നൽകുകയായിരുന്നുവെന്ന് ಮಂಗಳೂರು ಸಿಟಿ ಪೊಲೀಸ್ ಕಮಿಷನರ್ ಸುಧೀರ್ ಕುಮಾರ್ ರೆಡ್ಡಿ പറഞ്ഞു. ಇವರೆಲ್ಲರೂ ಕೂಡ ಮಂಗಳೂರು ನಗರದಲ್ಲಿ ಹೆಚ್ಚಾಗಿ ಸ್ಟೂಡೆಂಟ್ಸ್ಗೆ ಮತ್ತು ಮಹಿಳೆಯರಿಗೆ ಕೂಡ ಡ್ರಗ್ ಸಪ್ಲೈ ಮಾಡ್ತಿದ್ದಾಗಿ ಗೊತ್ತಾಗಿದೆ. ಎಲ್ಲ ಈ ಟೋಟಲ್ ವ್ಯವಸ್ಥೆ ಎಲ್ಲ ಕೂಡ ಬೆಂಗಳೂರಿಂದ ಡ್ರಗ್ಸ್ ತೊಗೊಂಡು ಬಂದು ಅವರು ನೇರವಾಗಿ ಸಪ್ಲೈ ಮಾಡೋದಲ್ಲದೆ ಇಲ್ಲಿದ್ದಂಥ ಲೋಕಲ್ ಪೆಡ್ಲರ್ಸ್ಗೆ ಕೂಡ ಡ್ರಗ್ ಸಪ್ಲೈ ಮಾಡ್ತಿದ್ದಾರೆ ಅಂತ ಗೊತ್ತಾಗಿದೆ. ಇನ್ಫಾರ್ಮೇಷನ್ ಎಲ್ಲ ಬಂದ ನಂತರ ನಮ್ಮ ಸೆಂಟ್ರಲ್ ACP ಅವರ ಟೀಮ್ ಎಲ್ಲರೂ ಕೂಡ ಕರೆಕ್ಟಾಗಿ ಪ್ಲಾನ್ ಮಾಡಿ ಎಲ್ಲರೂ ಡ್ರಗ್ಸ್ ಹಿಡ್ಕೊಂಡು ಇದ್ದಾಗ ರೆಡ್ ಹ್ಯಾಂಡೆಡ್ ಆಗಿ ರೈಡ್ ಮಾಡಿ ಎಲ್ಲರನ್ನೂ ಕೂಡ ಅರೆಸ್ಟ್ ಮಾಡಲಾಗಿದೆ. ಎಲ್ಲರ ಮೇಲೆ ಸಪ್ರೇಟಾಗಿ ಕೇಸಸ್ ಬುಕ್ ಮಾಡಲಾಗಿದೆ. ಎಲ್ಲರನ್ನು ಕೂಡ ന്യായാലയത്തിൽ പ്രൊഡ്യൂസ് ಮಾಡಲಾಗುವುದು. അറസ്റ്റിലായ അടൽ റോജ് ബംഗളൂരുവിൽ നിന്ന് ലഹരി വസ്തുക്കൾ എത്തിക്കുകയായിരുന്നു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. അടുത്തിടെ ബംഗളൂരുവിൽ 10 കോടിയുടെ ലഹരി മരുന്നുകളുമായി മലയാളികളായ യുവതി യുവാക്കൾ പിടിയിലായിരുന്നു. 25-കാരനായ അശ്വിൻ ഷിജു, 27 വയസ്സുള്ള മുബീന നിസ എന്നിവരെയാണ് ആഡംബര ഫ്ളാറ്റിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. തായ്ലൻഡിൽ താമസിക്കുന്ന വിൻസെന്റ് എന്നയാളിൽ നിന്നാണ് ഇവർ ലഹരിമരുന്ന് വാങ്ങിയിരുന്നതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ടെക്കികളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ടാണ് ഇത്തരം സംഘങ്ങളുടെ ലഹരിമരുന്ന് വിൽപ്പന. മലയാളികളായ വിദ്യാർത്ഥികളടക്കം ലഹരിമരുന്ന് മാഫിയയുടെ കാരിയർമാരാകുന്നത് ഏറെ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ന്യൂസ് 18 കാസർഗോഡ്. പാലക്കാട് തൃത്താലയിൽ വാതിൽ കുത്തിപ്പൊളിച്ച് വീട്ടിൽ മോഷണ ശ്രമം. VK കടവ് സ്വദേശി വരമംഗലം മുഹമ്മദ് ഷാഫിയുടെ വീട്ടിലാണ് കവർച്ചാ ശ്രമം നടന്നത്. വീട്ടുകാർ ബന്ധുവീട്ടിൽ പോയ തക്കം നോക്കിയായിരുന്നു സംഭവം. പ്രതികൾക്കായി പോലീസ് അന്വേഷണം തുടങ്ങി. ദിവസങ്ങൾക്ക് മുമ്പാണ് മുഹമ്മദ് ഷാഫിയുടെ കുടുംബം ബന്ധുവീട്ടിലേക്ക് പോയത്. ശനിയാഴ്ച രാവിലെ തിരിച്ചെത്തിയപ്പോഴാണ് വീടിന്റെ മുൻവശത്തെ വാതിൽ തകർത്ത നിലയിൽ കണ്ടത്. അകത്ത് കയറി പരിശോധിച്ചപ്പോൾ അലമാരിക്കുള്ളിലെ സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. വീടിന്റെ ഉമ്മർത്ത് നിന്ന് ഒരു പിക്കാസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതുപയോഗിച്ചാണ് വാതിൽ കുത്തിപ്പൊളിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. പണമോ സ്വർണമോ ഒന്നും വീട്ടിൽ സൂക്ഷിച്ചിരുന്നില്ല. മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളൊന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ലെന്നും വീട്ടുകാർ പറയുന്നു. തൃത്താല പോലീസ് സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. ശനിയാഴ്ച പുലർച്ചെ വീടിന് സമീപത്തുകൂടി ഒരു അപരിചിതൻ നടന്നുപോകുന്ന ദൃശ്യങ്ങൾ സമീപത്തെ CCTV ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. ഇയാൾക്ക് മോഷണശ്രമവുമായി ബന്ധമുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 പട്ടാമ്പി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കോട്ടയത്തെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന്റെ മകൻ 15 ഗ്രാം MDMA-യുമായി പാലക്കാട് പിടിയിൽ. ഏറ്റുമാനൂർ ബ്ലോക്ക് അംഗം സബിതയുടെ മകൻ അബിനെ പിടികൂടിയത് പാലക്കാട് RPF. ഓച്ചിറയിൽ മുൻവിരോധത്തെ തുടർന്ന് യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കാപ്പ കേസ് പ്രതിയടക്കം 2 പേർ അറസ്റ്റിൽ. അറസ്റ്റിലായത് വലിയകുളങ്ങര സ്വദേശികളായ അജയ്, ഇൻസാഫ് എന്നിവർ. കൊല്ലത്ത് 17-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ 75-കാരന് 10 വർഷം കഠിന തടവും 95,000 രൂപ പിഴയും ശിക്ഷ. കൊറ്റംകര സ്വദേശി അർജുനെയാണ് കൊല്ലം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. ഒരു നാട്ടിൽ പാലം പണി പൂർത്തിയാകുമ്പോൾ സാധാരണഗതിയിൽ അവിടുത്തുകാർ ഏറെ സന്തോഷിക്കുന്ന ദിവസമായിരിക്കും അത്. എന്നാൽ കോഴിക്കോട് നാദാപുരത്ത് പാലം ഉദ്ഘാടനത്തിന് നടന്നത് കൂട്ടയടിയാണ്. വാണിമേലിൽ നടന്ന പാക്കോയി പാലം ഉദ്ഘാടനത്തിനിടെയാണ് നാട്ടുകാർ തമ്മിൽ ഏറ്റുമുട്ടിയത്.
നരിപ്പറ്റ ഭാഗത്തേക്കുള്ള റോഡിന്റെ പണി പൂർത്തിയായിട്ടില്ല എന്ന കാരണത്താലായിരുന്നു സംഘർഷം. രാഷ്ട്രീയ ചേരിതിരിവും സംഘർഷത്തിന് പിന്നിലുണ്ടെന്നാണ് സൂചന. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.